വെറും 3 അംഗങ്ങൾ മാത്രമുള്ള BJPക്ക് അവർക്കൊരു നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുപാട് ദിവസം എടുത്തല്ലോ. എന്തൊരു പരിഹാസമായിരുന്നു BJPയുടെ ഭാഗത്തുനിന്ന്. ഏറ്റവും ഒടുവിലായി വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിഹാസമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വി മുരളീധരൻ നടത്തിയ വാർത്താസമ്മേളനം, MLA ചുമതലയ്ക്ക് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വകുപ്പ് വിഭജനം വൻ പ്രശ്നമായിരുന്നു, മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടാണ്, മുസ്ലിം ലീഗിൻ്റെ ഉള്ള തർക്കമാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു. പക്ഷേ വെറും 3 അംഗങ്ങൾ മാത്രമുള്ള BJPക്ക് അവർക്കൊരു നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തിരിച്ച് എത്രത്തോളം നമ്മൾ പരിഹസിക്കണം? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളാണ് നിയമസഭയിലുള്ളത്. ഒന്ന് വി മുരളീധരനും ഒന്ന് രാജീവ് ചന്ദ്രശേഖരനും. അപ്പോൾ ഇവർ പറഞ്ഞത് കേട്ടതനുസരിച്ച് കോർ കമ്മിറ്റിയിലുള്ള തീരുമാനം അല്ലെങ്കിൽ ധാരണ വി മുരളീധരനാക്കാനാണ്. പക്ഷെ നമ്മൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കാം. 2 പേരും കേന്ദ്രമന്ത്രിമാരായി നിന്നവരാണ്, 2 പേരും രാജ്യസഭാ MP-മാരാണ്. ആദ്യമായിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു സഭയിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ആരാണ് കേമൻ എന്നുള്ള ചോദ്യം അവരുടെ ഇടയിലുണ്ട്. BJPയെ സംബന്ധിച്ച് എപ്പോഴും പറയാറുണ്ട്, BJPയെ KJP എന്ന്, കേരളത്തിലെ BJPയെ KJP എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. അതായത് അവരുടെ പാർട്ടിക്കാർ തന്നെ. കാരണം ഭരണത്തിലില്ലെങ്കിലും ഇത്രയേറെ അടി നടക്കുന്ന, ഗ്രൂപ്പ് വഴക്ക് നടക്കുന്ന വേറൊരു പാർട്ടി ഇല്ല. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പ് വഴക്ക് നടക്കുന്ന പാർട്ടിയാണ് BJP. അത് ഭരണമില്ലാത്ത സമയത്തും കേന്ദ്രത്തിൽ ഭരണം കിട്ടിയതോടു കൂടിയാണത്. അതെ, അങ്ങനെയാവും.